അല്ലാഹുവിന്റെ പരിശുദ്ധനായ പ്രവാചകനോട് ചോദിച്ചു, നബിയേ, ബദറിന്റെ, ഉഹദിന്റെ, ഹന്തക്കിന്റെ, ഖൈബറിന്റെ, ഹുനൈനിന്റെ രണാങ്കണങ്ങളില് മക്കയുടെ മണലാരുണ്യങ്ങള് വല്ലാതെ ചെഞ്ചോര കൊണ്ട് ചെഞ്ചായം അണിയിപ്പിച്ചിട്ട് അല്ലാഹുവിന്റെ റസൂലേ, സഹാബത്ത് സ്വർഗത്തിലേക്ക് യാത്ര തിരിക്കുമ്പോ ഞങ്ങളുടെ കയ്യിൽ വാളുകളില്ല, ഞങ്ങളുടെ കയ്യിൽ രക്തങ്ങളില്ല, ഞങ്ങൾക്ക് യുദ്ധത്തിൽ സ്ഥാനമില്ല, ഞങ്ങൾക്ക് അല്ലാഹുവിന്റെ സ്വർഗം എങ്ങനെയാ കിട്ടുക? അല്ലാഹുവിന്റെ റസൂലിന്റെ വചനമെന്ന് ഓർക്കുമോളെ, നിന്റെ മാറിടത്തിൽ നിന്ന് നിന്റെ മകൻ ഊറ്റി കൊടുക്കുമ്പോ, ആ മകന് വേണ്ടി നിന്റെ അമ്മിഞ്ഞ് ചുരത്തി കൊടുക്കുമ്പോ അതിൽ നിന്ന് പോകുന്ന ഓരോ തുള്ളിപ്പാലും ഈ ഷഹീദിന്റെ രക്തത്തിന് തുല്യമാണെന്ന് ലോകത്തിന്റെ മുത്തേ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. വേണ്ട പെങ്ങളെ, ഇനി നിനക്ക് പുറത്തേക്കുള്ള നിർഗമനം വേണ്ട, പുറത്തേക്ക് നീ ഇനി ഓടാൻ നിൽക്കണ്ട, നീ പള്ളിയെ സമീപിക്കണ്ട. അല്ലാഹു പറഞ്ഞു നിനക്ക് വീടാണ് നല്ലതെന്നാണ്. അതിന്റെ ഉള്ളിൽ എന്നിട്ട് നിന്റെ ഭർത്താവിനെ നീ അംഗീകരിച്ചോ, അവന്റെ പൊരുത്തം നീ മേടിച്ചോ. അല്ലാഹുവിന്റെ റസൂല് പറഞ്ഞു, ഇമ്രാഅത്തിൻ, ഏതെങ്കിലും ഒരു പെണ്ണ് മാതത്ത്, അവള് മരിക്കുകയാ സഹോദരങ്ങളെ, വസൗജുഹാ അൻഹാറാലിൽ ദഖലത്തിൽ ജന്ന, അവളുടെ ഭർത്താവ് കൈ ഉയർത്തി നിന്റെ മയ്യത്ത് കൊണ്ടുപോയി ഖബറിന്റെ അടുക്കൽ വെച്ചു. മിൻഹാ ഖലഖനാകും വഫീഹാ നുഈദുകും വമിൻഹാ നുഖ്രിജുകും താറത്തൻ ഉഖ്റാ. നിന്റെ ഖബറിലേക്ക് മണ്ണിടാൻ സമയമായപ്പോ വിറച്ചു കൊണ്ടവൻ ഒരു പിടി മണ്ണ് വാരിയെടുത്തു. അല്ലാഹുവേ, എന്റെ പൊന്ന് സഹധർമ്മിണീനെ സൃഷ്ടിച്ചത് ഈ മണ്ണിൽ നിന്നാണ്, ഇതിന്റെ ഉള്ളിൽ കിടക്കുന്നത് എന്റെ പൊന്നുമോളാണ്. വിറച്ചു കൊണ്ടൊരു ഭർത്താവ് അതിലേക്ക് മണ്ണ് വാരിയിട്ടിട്ട്, പൊന്നുമോളെ, നിനക്ക് വേണ്ടി ദുആ ചെയ്താൽ ആ പെണ്ണ് സ്വർഗത്തിലാണെന്ന് അല്ലാഹുവിന്റെ റസൂൽ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം